ചില പല്ലുകൾ കാരണം നമ്മുടെ കവിളിലും ഒക്കെ ഏൽക്കുന്ന മുറിവുകൾ കാരണവും ക്യാൻസർ വരാം എന്നും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? ഈ ഷാർപ്പായിട്ടുള്ള ഇളകിയാടുന്ന പല്ലുകൾ, ഇളകിയാടുന്ന ഡെഞ്ചേഴ്സ് പല്ലുകൾ നഷ്ടപ്പെട്ട നമ്മൾ പല്ലുകൾ പുനഃസ്ഥാപിക്കേണ്ട അത്യന്തം അപേക്ഷിതമാണ്. നമുക്ക് വായിൽ മുതിർന്നവരാണെങ്കിൽ ഡെഞ്ചേഴ്സ് നമ്മൾ പറയും. സെറ്റ് പല്ലുകൾ, ഈ പല്ലുകളുടെ കൂർത്തിരിക്കുന്ന അഗ്രം പലപ്പോഴും അത് മോണയിൽ കുറേ കാലം തട്ടുകയാണെങ്കിൽ അവിടെ മുറിവ് ഉണ്ടാകുകയും ഈ മുറിവ് പിന്നീട് ഉണങ്ങാതെ വരികയും ചെയ്താൽ ആഴ്ചകളും മാസങ്ങളും എടുക്കുമ്പോൾ അത് ചിലപ്പോഴെങ്കിലും ഓറൽ ക്യാൻസറിലേക്ക് വഴിതിരിക്കും. മൊത്തം ക്യാൻസറിൽ തിരുവനന്തപുരം RCCൻ്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു മൊത്തം ക്യാൻസറിൽ ഏകദേശം 30% വായിലെ ക്യാൻസർ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൽ പുരുഷന്മാരിലാണ് വായിലെ ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളത്. പ്രത്യേകിച്ച് ഹാബിറ്റ്സ്, ഈ പറയുന്ന പോലെ ദന്ത ആരോഗ്യത്തിൽ കാണിക്കുന്ന അവഗണന ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഹാബിറ്റ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ പുകവലി, ഗുഡ്ക പറഞ്ഞ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വായിലെ ക്യാൻസർ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ചിലപ്പോഴെങ്കിലും അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത് പല രൂപത്തിലുണ്ട്.